നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലസ് ടുക്കാര് നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ്. കാരണം ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്ലസ് ടു കഴിയുമ്പം എൻട്രൻസ് എക്സാം എഴുതും. പല കുട്ടികളും എൻട്രൻസ് എക്സാം എഴുതുന്ന ഒരു യാത്രയായിട്ട് ചുമ്മാ ഒരു രസത്തിന് വേണ്ടി പോയി എഴുതുന്നവരുണ്ട്. ചിലർ ഒന്നും അറിയാതെ പോയി കീമോ നീറ്റോ എന്തെന്ന് പോലും അറിയത്തില്ല അപ്ലൈ ചെയ്യുന്നവരുണ്ട്. ചിലർ അപ്ലൈ ചെയ്യാതെ ചുമ്മാ ഇതിനു ശേഷം പിന്നീട് ടെൻഷൻ അടിക്കുന്നവരുണ്ട്. എന്താണ് എൻട്രൻസ് ക്ലാസ്സുകൾ, എങ്ങനെയാണ് എൻട്രൻസ് ഒരു സാധാരണക്കാരന് പോലും എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എൻട്രൻസിനെ പറ്റിയുള്ള കോഴ്സുകളെ പറ്റിയുള്ള എല്ലാ വീഡിയോസും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കാം ഉറപ്പായിട്ടും. കാരണം നമുക്കുള്ള സംശയങ്ങൾ ഏതൊക്കെ കോഴ്സ്, ഇത് നിങ്ങൾ കമൻ്റായിട്ട് ഇടണമെന്നില്ല. ഞാൻ എൻ്റെ വീഡിയോസ് നിങ്ങൾ മനസ്സറിഞ്ഞ് ഞാൻ ഉറപ്പായിട്ടും ചെയ്തിരിക്കും. കാരണം ഞാനൊക്കെ പഠിക്കുന്ന സമയത്തും പറഞ്ഞു തരാൻ ആരുമില്ല. ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ സമയത്തും അവർ എൻട്രൻസ് ഉള്ള സമയത്താണെങ്കിൽ പോലും അവരോട് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. ഇപ്പം പറഞ്ഞു തരാൻ ആൾക്കാരുള്ളപ്പം നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിട്ട് നിങ്ങളുടെ ഡിസിഷൻ വളരെ ബ്രില്യൻ്റ് ആയിട്ട് എടുക്കണം. ഒന്ന്, നമ്മൾ ഒരു സാധാരണപ്പെട്ട ഒരാള് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. ഒരു 2-3 എൻട്രൻസിന്റെ സ്റ്റഡി മെറ്റീരിയൽ ബുക്കായിട്ട് മേടിക്കണമെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ബുക്ക് മേടിക്കണമെങ്കിലും 10,000, 6,000, 7,000, 10,000 ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതായിരിക്കും. ഫിസിക്സിന്റെ കെമിസ്ട്രിയുടെ 2 വോളിയം കാണുമായിരിക്കും ചില ബുക്കുകളൊക്കെ. അന്നേരം അത്രയും പഠിച്ചിട്ട് നമ്മൾ ഇതെല്ലാം കുത്തിയിരുന്ന് എഴുതി പഠിച്ചാൽ എൻട്രൻസ് കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒരു 1% ആൾക്കാർ കിട്ടും. കാരണം ഏറ്റവും ബുദ്ധിമുട്ടാണ്. നമുക്ക് ചുമ്മാ ഒരു പേരിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ബുക്ക് മേടിച്ച് വെക്കുക, ചുമ്മാ എന്തെങ്കിലും നോക്കുക. എപ്പോഴും നമ്മൾ ക്ലാസ്സിൽ നിന്ന് കേൾക്കുന്ന അറിവിൻ്റെ അത്രയും ഒരിക്കലും, പ്രത്യേകിച്ച് എൻട്രൻസ് എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളും എൻട്രൻസും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നിങ്ങൾ പ്ലസ് 1 ഫോക്കസ് ഏരിയ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, നമുക്ക് നല്ല മാർക്ക് കിട്ടി. പക്ഷേ എൻട്രൻസിന് വരുമ്പം NCERT അരച്ച് കലക്കി പഠിക്കണം. അത് എല്ലാ സബ്ജക്റ്റും. ഇപ്പം PCM കീമിനോ ജയിക്കോ ആണെങ്കിൽ PCM ആണ്, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ്. എന്നാൽ നീറ്റിലോട് വരുമ്പോഴത്തേനും PCB ആണ്, ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയാണ്. അന്നേരം ഒരു സാധാരണപ്പെട്ട ഒരു കുട്ടിക്ക് പോലും ഇത് വലിയ സംഭവമാണ്, ഇത് ഞങ്ങൾക്കൊന്നും പറ്റുന്നതല്ല എന്ന് പറഞ്ഞാണ് പലരും ഇതിനെ ഒഴിവാക്കിയിട്ട് വേറെ സ്ട്രീമിലോട്ട് മാറും. അങ്ങനല്ല. ഇത് നമ്മൾ നമ്മുടെ ട്രൈ ദി ലെവൽ ബെസ്റ്റ്, ഏറ്റവും ബെസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. സാധാരണ കുട്ടികൾ അസാധാരണമായിട്ട് പഠിക്കണം. അസാധാരണമായിട്ട് പഠിച്ചാൽ കിട്ടുന്നതിനപ്പുറം ഒരു സംഭവമില്ല. അതിനോടൊപ്പം ഒരു കാര്യം പറയാം. റിപ്പീറ്റ് എന്ന് പറയുന്നത് ഞാനും പ്രമുഖമായ ഒരുപാട് സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ്. നമ്മുടെ കൂട്ടത്തിൽ പഠിപ്പിക്കുന്ന, എൻട്രൻസ് പഠിപ്പിക്കുന്ന എല്ലാവരും പ്രമുഖമായ സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ച അധ്യാപകർ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. ഇപ്പം എനിക്കറിയാവുന്നത് വളരെ പേഴ്സണലായിട്ട് പറയുവാണെങ്കിൽ 100% ഉറപ്പായിട്ട് റിപ്പീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ 100% ഗംഭീര ഒരു ബിസിനസ്സാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പം കീം എഴുതണമെന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങളുടെ പബ്ലിക് എക്സാം കഴിഞ്ഞിട്ട് 2 മാസമുണ്ട്. ഏകദേശം 55 മുതൽ 60 ദിവസം വരെ ഏകദേശം കിട്ടും. ഏകദേശം നീറ്റിനാണെങ്കിൽ 90 ദിവസമുണ്ട്. ഇപ്പം ഞാനൊരു എൻട്രൻസിന്റെ കോഴ്സിന് നിങ്ങൾക്ക് ചേരുമ്പം നിങ്ങൾക്ക് പരീക്ഷയുടെ അന്ന് വരെയാണ് കോഴ്സ്. കീമിന്റെ പരീക്ഷയുടെ അന്ന് വരെ, നീറ്റിന്റെ പരീക്ഷയുടെ അന്ന് വരെയാണ്. അല്ലാതെ അതിന് 1 മാസം മുമ്പ് നിർത്തുന്ന ഒരു കോഴ്സ് 30 ഡേയ്സ് കോഴ്സ് ഒന്നും അല്ല. അതുവരെയും അതിന്റെ എക്സാമുകളിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ എക്സാമിൽ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത്. അന്നേരം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇതാണ്, ഈ റിപ്പീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു വലിയ തുക മേടിച്ചിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ പുഷ് ചെയ്ത് ഭയങ്കര ടെൻസ്ഡ് ആക്കി സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കൊടുത്തിട്ട് എത്ര ശതമാനം പേർ കിട്ടുന്നുണ്ടായിരിക്കും? കേരളത്തിൽ ഒരു 5% കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. വളരെ വിരലിലെണ്ണാവുന്ന കുട്ടികൾക്കായിരിക്കും എൻട്രൻസിനും റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ ഫലം കിട്ടത്തുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം പൈസ പോയി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളെ എനിക്കറിയാം. ഞാൻ എപ്പോഴും അതിനെ എതിർക്കുന്നതാണ്. മാക്സിമം ഒരു വട്ടം റിപ്പീറ്റ് ചെയ്ത് നോക്ക്, അത്രയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറയും. അന്നേരം നമ്മൾ ഈ 2 മാസവും 3 മാസവും നീറ്റിനും കീമിനും ഉള്ളപ്പോൾ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. ജെയ് എന്ന് പറയുന്നതൊക്കെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതാണ്. ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, നല്ല അധ്യാപകരുടെ ക്ലാസ്. അത് ഇതെന്നല്ല, ലോകത്തിൽ ഏത് അധ്യാപകരും നന്നായിട്ട് എൻട്രൻസ് എടുക്കുക എന്ന് പറയുന്നതിന് തിയറി പാർട്ട് നല്ല കണ്ടന്റ് ആയിട്ട്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് +1 +2 അറിഞ്ഞിരിക്കും. അപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ +1 +2
കൺസെപ്റ്റ് ബേസ് മുതൽ കൺസെപ്റ്റ് വരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരു കുട്ടിക്ക് പോലും എൻട്രൻസ് മോശമാകത്തില്ല. ആദ്യം ചെയ്യേണ്ടതാണ്, ഇപ്പം ഞാനൊക്കെ ആദ്യം പഠിപ്പിക്കുന്നത് ചാപ്റ്ററിന്റെ ബേസ് മുതൽ കൺസെപ്റ്റ് വരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളൊരു എൻട്രൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ഒന്നെടുത്ത് വായിച്ചു നോക്കിയ ഫിസിക്സിന്റെ, നിങ്ങൾക്ക് ഒരു എയറിൽ നിൽക്കുന്ന പോലൊരു അനുഭവമായിരിക്കും ഉറപ്പായിട്ടും. എന്നിട്ട് നമ്മൾ ആദ്യം ഈ ചാപ്റ്റേഴ്സിന്റെ എല്ലാം ബേസ് മുതൽ കൺസെപ്റ്റ് വരെ, അതാണ് കൺസെപ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നൊരു സാധനം. ആ കൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രണ്ടാമത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, നമ്മൾ ഒരു സബ്ജക്റ്റിൽ നിന്ന് 1000 കൂടുതൽ ഏറ്റവും ടഫായിട്ടുള്ള ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ടിപ്സും ട്രിക്സും ഉപയോഗിച്ച് ചെയ്യുമ്പം 1 മിനിറ്റിനുള്ളിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ ഇക്വേഷൻ കണ്ടെത്തി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉത്തരവൊക്കെ കിട്ടുന്ന എല്ലാം 1 മിനിറ്റിനുള്ളിൽ ചെയ്യേണ്ടതാണ്. 1 മിനിറ്റാണ്, 1 മിനിറ്റാണ്. അന്നേരം നമ്മൾ 1000 കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യും. കാരണം നമുക്ക് ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. അതാണ് രണ്ടാമത്തെ മെയിൻ. മൂന്നാമത് ഉറപ്പായിട്ടും ഈ പഠിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സാണ്. അത് PDF നോട്ട്സ് വെച്ച് പഠിക്കുന്നതിന് എന്താണ് ഒരു പ്രശ്നമില്ല. നമുക്ക് പഠിക്കാൻ എന്താണോ സ്യൂട്ടബിൾ, അതാണ് നമുക്ക്. ഇപ്പം ഇതിനു വേണ്ടി 50,000 രൂപയും 30,000 രൂപയും ലക്ഷക്കണക്കിന് രൂപയും മുടക്കി പോകുന്ന കുട്ടികളോട് ഞാൻ എതിർപ്പ് പറയുന്നില്ല. ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്രയും മുടക്കിയാൽ എനിക്ക് ഇതൊക്കെ പറ്റുമോ എന്നുള്ളത് 100% ഉറപ്പിക്കണം. ഇത് നമുക്ക് വളരെ തുച്ഛമായി പലരും പറയും, അയ്യോ കീമിന് ഗിരീഷ് സാറ് 3,999 3,999 രൂപ, അല്ലെങ്കിൽ കീമിനും ജെയ്ക്കും പ്ലസ് നീറ്റിനൂടെ വരുമ്പം പോലും അതിൻ്റെ കൂടുതൽ 1000 രൂപ 4,000, അതായത് 5,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കീമിൻ്റെ നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് +1 +2 ഫുൾ ടോപ്പിക്സും ഫുൾ എൻട്രൻസിൻ്റെ ഫുൾ പാക്കേജും നിങ്ങൾക്ക് കിട്ടുക. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിനുവേണ്ടി മാത്രം ഇതായിട്ടുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള എൻട്രൻസിൻ്റെ ഫാക്കൽറ്റീസ് എടുക്കുന്ന ക്ലാസ്സുകൾ. കാരണം നമുക്ക് സബ്ജക്റ്റ് അറിയാമെങ്കിൽ എന്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത് ക്വസ്റ്റ്യനും നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾ ഇതിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. പിന്നെ ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക്. ഒരു ദിവസം നമ്മൾ സാധാരണ 6 മണിക്കൂർ 7 മണിക്കൂർ ആണെങ്കിൽ 10 മണിക്കൂറാക്കി അങ്ങ് പഠിക്കണം. കാരണം നമ്മുടെ ഫ്യൂച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല സാമ്പത്തികമായിട്ട് മാതാപിതാക്കളെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാതെ, ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാതെ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാം. അതെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെസ്റ്റ് പേപ്പറുകൾ, വളരെ ഇവാലുവേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുന്നത് നമുക്ക് എപ്പോഴും നല്ലതാണ്. അത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കണം എന്നില്ല. ചിലപ്പോൾ അതേ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം. റെപ്പറ്റീഷൻ ക്വസ്റ്റ്യൻ ഒന്നും എൻട്രൻസ് അങ്ങനെ അധികമൊന്നും വരത്തില്ല എന്നുള്ള ഉറപ്പ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ റെപ്പറ്റീഷൻ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പഠിച്ചുകൊണ്ട് പോയാൽ ഈസി ആയിട്ട് റാങ്കിൽ കയറാം. പക്ഷേ ഇതിനെല്ലാം ഞാൻ പറയുന്നൊരു കാര്യം, നല്ല ക്ലാസ്സുകൾ നല്ല രീതിയിൽ ലോകത്തുള്ള ഏത് കുട്ടികൾക്കും കേട്ടാൽ മനസ്സിലാവുന്ന ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങളെല്ലാം സന്നദ്ധരാകും. നിങ്ങൾ നല്ല മാർക്ക് പഠിക്കും. റാങ്കിൽ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് വളരെ നമുക്ക് ഒരു രീതിയിലും രക്ഷകർത്താക്കളെ ബുദ്ധിമുട്ടിക്കാതെ, ലോൺ എടുപ്പിക്കാതെ നല്ല റാങ്ക് നേടി നല്ല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ നമുക്ക് സഹായിക്കും. വിവിധതരം കോഴ്സുകളിലേക്കുള്ള ഇതാവും. അന്നേരം നമുക്കൊരു വലിയ ലെങ്തി വീഡിയോയിലോട്ട് ഞാൻ പോകുന്നില്ല. അന്നേരം എല്ലാ കുട്ടികളെയും, നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുള്ള എല്ലാ കുട്ടികൾക്കും ഞാനൊരു വീഡിയോ ചെയ്തതാണ്. നിങ്ങൾക്കൊരു ക്രാഷ് കോഴ്സ്, നിങ്ങൾ നീറ്റോ കീമോ ജെയ്യോ ഇത് സെപ്പറേറ്റ് എടുക്കുവാണെങ്കിൽ നിങ്ങൾ 3,999 മാത്രം അടയ്ക്കുക. ഇത് രണ്ടുകൂടെ വേണം, നീറ്റും വേണം കീമോഡ് വേണമെങ്കിൽ ഒരു 1,000 rupees 4,999 നിങ്ങൾക്ക് ഇത് 2 പാക്കേജിൽ കിട്ടും. ഒരിക്കലും ഇത്രയും ഫെസിലിറ്റീസ് അടങ്ങി ഇത്രയും അധ്യാപകരുടെ ഗംഭീരമായ അധ്യാപകരുടെ ക്ലാസ് നിങ്ങൾക്ക് തന്നെ അറിയാം എങ്ങനെയൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് അറിയാവുന്ന കുട്ടികളാണ്. ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് ഒരു ഹൈ ലെവൽ സംഭവമായിരിക്കും എന്നുള്ളത് സംശയം വേണ്ട. ഒരാളും ഇത് പ്രൊവൈഡ് ചെയ്യത്തില്ല. അതിനകത്ത് മാഷിന് നിസ്സംശയം പറയാം, ഇതൊരു ചരിത്രമായിരിക്കും. ഇത് പറയുന്ന വാക്കാണ്, ഇതൊരു ചരിത്രമായിരിക്കും. ഈ കുട്ടികളെല്ലാം അത്യാവശ്യം നല്ല 100% ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കുന്ന കുട്ടികളായി കേരളത്തിൽ മാറും. ഇതൊരു ചരിത്രം വഴിമാറുന്നൊരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞു. ഇപ്പം ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഓരോ ബാച്ചിനും സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആദ്യമുള്ള എല്ലാ ക്ലാസ്സുകളും കിട്ടും. നിങ്ങൾ ചെയ്യുന്ന ഒറ്റ കാര്യം, നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, ഈ നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാൻ 944701
5114. ഞാൻ തന്നെയാണ് റിപ്ലൈ വരുന്നത്. അതുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ വന്ന് കിടക്കുമ്പം ചിലപ്പം അതിനനുസരിച്ച് ഓർഡർലി മെസ്സേജ് ചെയ്യുമ്പം ഇച്ചിരി ലേറ്റ് ആയാലും അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ്സിൽ കിട്ടി ജോയിൻ ചെയ്ത് നല്ല ഗംഭീരമായിട്ട് പഠിക്കാം. നമുക്ക് വളരെ തുച്ഛമായ പൈസയ്ക്ക് ഏത് കുട്ടിക്കും ഇനി ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, അല്ലെങ്കിൽ വേറെ ഏത് പ്രൊഫഷണലായിട്ടുള്ള പോകണമെങ്കിലും ഈസി ആയിട്ട് പറ്റും. ഇത് വാക്കാണ്. നന്നായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കെല്ലാം ഇത് നിങ്ങളുടെ സ്വപ്നമാണ്, ഡ്രീമാണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചേരാം. നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങളെ റെഡിയാക്കി പരീക്ഷയ്ക്ക് വിടും. അന്നേരം എൻട്രൻസ് എന്ന് പറയുന്നത് സാധാരണപ്പെട്ട ഒരാൾക്ക് അസാധാരണമായി പഠിച്ച് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാം. അന്നേരം ഇനി ഇഷ്ടം പോലെ എൻട്രൻസ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് വരും. ഉറപ്പായിട്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്ന ആ വീഡിയോസിലെല്ലാം കാണും. ഓരോ കോഴ്സുകളെ പറ്റിയെല്ലാം കൃത്യമായിട്ടും വ്യക്തമായിട്ടും ശക്തമായിട്ടും എല്ലാ കാര്യങ്ങളും കാണും. ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോ ചെയ്യണം എന്ന് പറയേണ്ട ആവശ്യമില്ല. ഈ വീഡിയോകളെല്ലാം കാണും. അന്നേരം തീരുമാനം നിങ്ങളുടേതാണ്, ഫ്യൂച്ചർ നിങ്ങളുടേതാണ്. അന്നേരം നെവർ എവർ ഗിവ് അപ്പ്. മാഷ് നിർത്തുന്നു. ബൈ ബൈ, സീ യു. ഓക്കെ.